കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ മൂലം അമേരിക്കൻ മാർക്കറ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വളരെ വോളറ്റൈലായിരുന്നു. എന്നാലും അമേരിക്കൻ ഇൻഡെക്സുകൾ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 2%, S&P 1% ഉയർന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. ജപ്പാൻ്റെ ഇൻഡെക്സ് 2% ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. ബ്രന്റ് ക്രൂഡിൻ്റെ വിലയും മെച്ചപ്പെട്ടിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വില 2.41% ഉയർന്ന് $70.86 പെർ ബാരൽ എന്ന ലെവലിലേക്കെത്തി. കഴിഞ്ഞ ദിവസം ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ടാറ്റ മോട്ടോഴ്സ്, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന ഇടിവിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് നിഫ്റ്റി 50 പോയിൻ്റ് ഇടിഞ്ഞ് 24,918 ക്ലോസിംഗ് നൽകിയിരുന്നു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം 1,755 കോടിയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 230 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് NBCC ഡൽഹിയിൽ 13.88 ഏക്കർ ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി MTNL-മായി ചേർന്ന് 1,600 കോടി രൂപയുടെ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. HPCL എന്ന കമ്പനിക്ക് വിശാഖപട്ടണം റായ്പൂർ പൈപ്പ്ലൈൻ പ്രോജക്റ്റിന് വേണ്ടി 2,212 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചു. അതോടൊപ്പം തന്നെ HPCL എന്ന കമ്പനിയുടെ റിഫൈനറി മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 30,609 കോടി രൂപയുടെ പ്രോജക്റ്റും ലഭിച്ചിട്ടുണ്ട്. ശ്രീറാം ഫിനാൻസ് എന്ന കമ്പനി 500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കമ്പനി റിഡീമബിൾ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴിയായിരിക്കും 1000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ 500 കോടി രൂപയുടെ ഗ്രീൻ ഷൂ ഓപ്ഷനും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ടാറ്റ സ്റ്റീലിന് UK-യിൽ ടാറ്റ സ്റ്റീലിൻ്റെ ഫർണസ് ആൻഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി UK ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും $500 മില്യൺ പൗണ്ടിൻ്റെ ഗ്രാൻഡ് ലഭിക്കുന്നുണ്ട്. $1.25 ബില്യൺ പ്രോജക്റ്റാണ് ടാറ്റ സ്റ്റീൽ UK-യിൽ ഓപ്പൺ ചെയ്യുന്നത്. അദാനി പോർട്ട് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗുജറാത്തിലെ കണ്ട്ല പോർട്ടിലെ 13 നമ്പർ ദീൻ ദയാൽ പോർട്ട് ബെർത്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അദാനി പോർട്ട് DPA-യുമായി കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഏകദേശം 5.7 മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള പോർട്ട് ബെർത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. BPCL എന്ന കമ്പനിക്ക് അബുദാബിയിൽ പ്രൊഡക്ഷൻ കൺസെഷനുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ കൺസെഷനുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. റൗട്ട് മൊബൈൽ എന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ 6%-ഓളം സ്റ്റേക്കുകൾ 1,635 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇന്ന് ബ്ലോക്ക് ഡീൽ വഴി സെൽ ചെയ്യും. റൗട്ട് മൊബൈൽ എന്ന സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസിന് അടുത്തായിട്ടാണ് സെല്ലിംഗ് നടക്കുന്നത്. ഇവിടെ ഒരു ഡിസ്കൗണ്ട് സെല്ലിംഗ് കാണുന്നില്ല. ലെമൺ ട്രീ ഹോട്ടൽ എന്ന കമ്പനി മഹാരാഷ്ട്രയിലെ പൂനെയിൽ 117 റൂമുള്ള ഹോട്ടൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഗണേശ എക്കോസ്പിയർ. ഗണേശ റീസൈക്ലിംഗ് ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ്, റൈസ് ഇക്കോ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. രാമകൃഷ്ണ ഫോർജിങ്സിൻ്റെ സബ്സിഡറി കമ്പനിയായ രാമകൃഷ്ണ ഫോർജിങ് മെക്സിക്കോ എന്ന കമ്പനി അതിൻ്റെ പ്ലാന്റ് ഇൻസ്റ്റാൾമെൻറ്റേഷനുമായി മെക്സിക്കോയിൽ ലാൻഡ് അക്വിസിഷൻ നടത്തി. നസാര ടെക് എന്ന കമ്പനിയെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റാൻ എന്ന കമ്പനിയുടെ 15.86%-ഓളം സ്റ്റേക്കുകൾ നസാര ടെക്നോളജി $2.2 മില്യൺ അക്വയർ ചെയ്തു. കാസ്ട്രോൾ ഇന്ത്യ എന്ന കമ്പനി അതിൻ്റെ ആട്ടോ കെയർ പ്രൊഡക്റ്റുകൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൈക്രോഫൈബർ ക്ലോത്ത്, ഷൈനർ സ്പോഞ്ചസ് എന്നിവ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് റേഞ്ചിൽ ഉൾപ്പെടുത്തിയാണ് കാസ്ട്രോൾ ഇന്ത്യ അതിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ച് വിപുലീകരിച്ചിരിക്കുന്നത്. ഗുജറാത്ത് ഫ്ലൂറോകെം എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഗുജറാത്ത് ഫ്ലൂറോകെമ്മിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ലുപിൻ എന്ന കമ്പനി സൺ ഷുവർ സോളാർ പാർക്കിൻ്റെ 42.6%-ഓളം സ്റ്റേക്കുകൾ 10 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.